നമസ്കാരം. ഇവർക്കും ഡെയിലി ന്യൂസ് അനാലിസിസിലേക്ക് സ്വാഗതം. നമുക്ക് ഹിന്ദു ന്യൂസ് പേപ്പറിലെ ആർട്ടിക്കിൾസ് ആണ്. ഇന്നത്തെ ന്യൂസ് പേപ്പറിലെ ഫസ്റ്റ് ആർട്ടിക്കിൾ, ഇന്നത്തെ ന്യൂസ് പേപ്പറിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ആർട്ടിക്കിൾസ് ആണ് നമ്മൾ ഒരുമിച്ച് എടുക്കാനായിട്ട് പോകുന്നത്. രണ്ടും ഈ പറഞ്ഞ പോലെ പുതിയ നമ്മുടെ ക്രിമിനൽ കോഡ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. കാരണം ഇതിന്റെ ഒരു ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ഇതിന് മുമ്പത്തെ DNA ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈക്ക് നമ്മുടെ ഈ പറഞ്ഞ പോലെ ഇന്ത്യൻ പീനൽ കോഡ്, അതേപോലെ ഇന്ത്യൻ പീനൽ കോഡ് IPC, അതേപോലെ തന്നെ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് CRPC, അതേപോലെ ഇന്ത്യൻ എവിഡൻസ് ആക്ട്, ഇന്ത്യൻ എവിഡൻസ് ആക്ട്, ഈ പറഞ്ഞ IEA. ഈ മൂന്ന് നിയമങ്ങൾ പറയുവാണെങ്കിൽ ഇതെല്ലാം ബ്രിട്ടീഷേഴ്സിന്റെ കാലഘട്ടത്തെ നിയമങ്ങളാണ്. ഒരു ബ്രിട്ടീഷ് കൊളോണിയൽ ലെഗസി പിന്തുടരുന്ന നിയമങ്ങളൊക്കെ ആയിരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇതിനകത്ത് നിയമങ്ങൾ പലപ്പോഴും ഇതൊരു എന്താ പറയുക, ഒരു ഡെമോക്രാറ്റിക് രാജ്യത്തിന് ചേരുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും ആയിരുന്നില്ല. കുറേയൊക്കെ ഈ പറഞ്ഞ ഈ IPC-ക്കകത്തും CRPC-ക്കകത്തും ഇന്ത്യൻ എവിഡൻസ് ആക്ടിനകത്തൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടിട്ട് തന്നെയാണ് നമ്മൾ ആ ഒരു കൊളോണിയൽ ലെഗസി ആ ഒരു ഇത് ഷെഡ് ചെയ്ത് കളയാനായിട്ട് വേണ്ടിയിട്ട് നമ്മൾ പുതിയ ഈ പറഞ്ഞ ക്രിമിനൽ ലോസ് കൊണ്ടുവരുന്നതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ വാർത്തയിൽ കണ്ടു കാണുമായിരിക്കും. പുതിയ 3 ബില്ലുകൾ ഈ പറഞ്ഞ പോലെ ക്രിമിനൽ പ്രൊസീജിയർ ബില്ലുകൾ, ഈ പറഞ്ഞ പോലെ ക്രിമിനൽ ബില്ലുകൾ നമ്മളിവിടെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിന് പാർലമെന്റ് പാസ്സാക്കി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു പ്രസിഡന്റ് അതിനകത്ത് അനുമതിയും കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു ബില്ലുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ക്രിമിനൽ കോഡ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ രണ്ട് ആർട്ടിക്കിളിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് ഡയറക്ട്ലി വരുന്ന ഈ പറഞ്ഞ പോലെ ഈ ഫസ്റ്റ് ആർട്ടിക്കിളാണ്. റോൾ ഔട്ട് ഷെഡ്യൂൾ ഓഫ് 3 ന്യൂ ക്രിമിനൽ കോഡ്സ് വിൽ ബി നോട്ടിഫൈഡ് ബൈ January 26. അതായത് ഈ പുതിയ 3 ക്രിമിനൽ കോഡ്സും ഈ പറഞ്ഞ പോലെ നമ്മളത് ഈ പറഞ്ഞ പോലെ ഒന്നടങ്കം ഇന്ത്യയിൽ ഉടനീളം ഈ പറഞ്ഞ പോലെ നടപ്പാക്കി വരാനായിട്ട് ഓൾമോസ്റ്റ് ഒരു 9 months 9 മാസത്തോളം സമയം എടുക്കുമെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ ഒരു പൈലറ്റ് ഫേസിൽ അതിൻ്റെ എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു പൈലറ്റ് ഫേസിൽ നമ്മളത് നടപ്പാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളൊക്കെ അടങ്ങിയ ഒരു നോട്ടിഫിക്കേഷൻ January 26 വരും എന്നുള്ളതാണ് ഈ ഫസ്റ്റ് ആർട്ടിക്കിൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ നിലവിൽ ആ ഒരു 3 ക്രിമിനൽ ലോസിൻ്റെ ഈ പറഞ്ഞ പോലെ പുതിയ ഒരു IPC-യുടെയും CRPC-യുടെയും ഇന്ത്യൻ എവിഡൻസ് ആക്ടിൻ്റെ ഒക്കെ തന്നെ മാറ്റാനായിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ പുതിയ രൂപത്തിലുള്ള ബില്ലുകളുടെ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. സോ അത് വന്നു കഴിഞ്ഞപ്പോഴേക്കുമാണ് നിലവിൽ ഈ പറഞ്ഞ പോലെ ഹിറ്റ് ആൻഡ് റൺ എന്ന് പറയുന്ന ഒരു നിയമം നമ്മൾ പലപ്പോഴും ആക്സിഡന്റുകളൊക്കെ സംഭവിക്കുമ്പോഴേക്കും പലപ്പോഴും കണ്ടിട്ടുണ്ടാവും. ഈ പറഞ്ഞ പോലെ ആക്സിഡന്റ് ഉണ്ടാക്കിയ വണ്ടി അല്ലെങ്കിൽ ആ വാഹനം ഈ പറഞ്ഞ പോലെ അത് ഓടിച്ച ആൾ ഈ പറഞ്ഞ പോലെ അവിടെ നിർത്താണ്ട് പോവുകയും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പോലീസ് റിപ്പോർട്ട് ചെയ്യാതെ പോവുകയും അല്ലെങ്കിൽ ആ ആക്സിഡന്റ് പറ്റിയ വ്യക്തികളെ ആശുപത്രിയിലാക്കാതൊക്കെ പോകുന്ന സാഹചര്യങ്ങളുണ്ട്. ഹിറ്റ് ആൻഡ് റൺ എന്ന് പറയും. അപ്പോൾ ഹിറ്റ് ആൻഡ് റണ്ണുമായിട്ട് ബന്ധപ്പെട്ട് ഈ പുതിയ ക്രിമിനൽ കോഡ്സിനകത്ത് പണിഷ്മെന്റിന്റെ ലെവൽ കൂട്ടിയിട്ടുണ്ട്. 10 വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന വകുപ്പുകളാക്കി അത് മാറ്റിയിട്ടുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഒരുപക്ഷെ വാർത്തയിൽ കേട്ട് കാണുമായിരിക്കും, ട്രക്കേഴ്സ് ഈ പറഞ്ഞ പോലെ പണിമുടക്കുന്നതുമായിട്ട് 3 ദിവസത്തേക്ക് പണിമുടക്കുമായിട്ട് ബന്ധപ്പെട്ട് വാർത്തകൾ കണ്ടിട്ടുണ്ടാവും. സോ ആ ഒരു വാർത്തയുമായിട്ട് ബന്ധപ്പെട്ടാണ് രണ്ടാമത്തെ ആർട്ടിക്കിൾ നിൽക്കുന്നത്. മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ്, MH എന്ന് പറയുന്ന മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ആണ് സീക്സ് ടു പാസിഫൈ ട്രക്കേഴ്സ് പ്രൊട്ടസ്റ്റിംഗ് ന്യൂ ഹിറ്റ് ആൻഡ് റൺ ലോ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇത് രണ്ടും കൂടെ ചേർന്ന് വരുന്ന ഒരു ആർട്ടിക്കിൾ ആയതുകൊണ്ടാണ് നമ്മളിത് ഒരുമിച്ചെടുക്കുമ്പോഴേക്കും നമുക്ക് കൃത്യമായിട്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തായാലും ഇത്രയാണ് ഇതിൻ്റെ ഒരു ബേസ് ബാക്ക്ഗ്രൗണ്ട് കണ്ടന്റ് ആയിട്ട് പറയാൻ സാധിക്കുന്നത്. ഇനി വിശദമായിട്ടും ഈ ഒരു ആർട്ടിക്കിൾ നമ്മൾ എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കണം എന്ന് നോക്കാം. സോ ആദ്യം തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ മൂന്നിനകത്ത് ഈ പറഞ്ഞ പോലെ ഏറ്റവും ഫസ്റ്റ് പുതിയ ക്രിമിനൽ ബില്ലാണ് അല്ലെങ്കിൽ ലോ ആണ് ഈ ഭാരതീയ ന്യായ സംഹിത ബിൽ 20. ഇപ്പൊ ഇതിനെ ബില്ല് എന്നല്ല വിളിക്കേണ്ട, ആക്ട് തന്നെ വിളിക്കാം. കാരണം പ്രസിഡന്റിന്റെ അനുവാദമൊക്കെ തന്നെ കിട്ടി. ഇത് പറഞ്ഞ പോലെ എന്തായാലും ഇതിനകത്ത് പ്രധാനപ്പെട്ട പ്രൊവിഷൻസ് നോക്കാം. ആദ്യം ഭാരതീയ ന്യായ സംഹിത ബില്ലിനകത്ത് പ്രധാനപ്പെട്ട പ്രൊവിഷൻസ് നോക്കാം. ഇതിനകത്ത് നമുക്ക് വരാൻ പോകുന്ന പ്രിലിംസിൽ ഒരുപാട് ഈ പറഞ്ഞ പോലെ കാര്യങ്ങൾ ചോദിക്കാൻ സാധിക്കും. എസ്പെഷ്യലി ഈ ബില്ലിനകത്ത് ഇത്രയും നാൾ നമ്മൾ ഇല്ലാത്ത കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ലൈക്ക് ടെററിസം പോലുള്ള കാര്യങ്ങളുടെ പ്രോപ്പർ ഡെഫിനിഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിന് മുമ്പത്തെ ഈ പറഞ്ഞ IPC CRPC ഇതിനകത്തൊന്നും തന്നെ ശരിക്കും പറഞ്ഞാൽ ടെററിസമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോപ്പർ ഡെഫിനിഷൻ നൽകിയിട്ടുണ്ടായിരുന്നില്ല. ഓരോ തവണയും ഇന്റർപ്രിട്ടേഷനിലൂടെയാണ് നമ്മൾ ഓരോരുത്തർ ഈ പറഞ്ഞ ചെയ്യുന്ന കാര്യത്തിൽ ടെററിസിന്റെ കാര്യമാണോ അങ്ങനെയൊക്കെ തന്നെ ഡിഫൈൻ ചെയ്യുന്നത്. ഇപ്പം കൃത്യമായിട്ടും ടെററിസം എന്താണ്, അതേപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട ഒഫൻസുകൾ സച്ച് ആസ് സെപ്പറേറ്റിസം, ആംഡ് റെബല്യൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ട് ഈ പറഞ്ഞ ഒരു ഡെഫിനിഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. ചലഞ്ചിങ് ദ സോവർണിറ്റി ഓഫ് എ കൺട്രി, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഡെഫിനിഷൻ കൊണ്ടുവന്നിരിക്കുക എന്നുള്ളതാണ് ഈ ഭാരതീയ ന്യായ സംഹിത ബില്ലിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രൊവിഷനായിട്ട് നമുക്ക് പറയേണ്ടത്. ഇനി രണ്ടാമത്തെ ഇതിനകത്ത് പ്രൊവിഷനാണ് ഇറ്റ് റിപ്പീൽസ് ഓഫൻസ് ഓഫ് സെഡീഷൻ, വിച്ച് വാസ് വൈഡ്ലി ക്രിട്ടിസൈസ്ഡ് ആസ് എ കൊളോണിയൽ റിലിക് ദാറ്റ് കർബ്ഡ് ഫ്രീ സ്പീച്ച് ആൻഡ് ഡിസെന്റ്. അതായത് ഈ ഒരു ഞാൻ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞല്ലോ, IPC ആയാലും CRPC ആയാലും ഇതൊക്കെ ബേസിക്കലി ഒരു കൊളോണിയൽ ആയിട്ടുള്ള ഒരു 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 എന്താ ഒരു ഷാഡോ അതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. സോ ആ ഒരു ടൈമിലുള്ള ബ്രിട്ടീഷേഴ്സ് ഇന്ത്യക്കാർക്കെതിരായിട്ട് ഈ പറഞ്ഞ പോലെ അവരെ ഇപ്പം അടിച്ചമർത്താൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ ഫ്രീഡത്തിനൊക്കെ ആയിട്ട് എതിരായിട്ട് അടിച്ചമർത്താനായിട്ട് കൊണ്ടുവന്നിരുന്ന ഓരോ നിയമങ്ങളായിരുന്നു ഈ IPC CRPC. അപ്പോൾ അതിൽ തന്നെ ഈ പറഞ്ഞ പോലെ പലപ്പോഴും സെഡീഷൻ എന്നുള്ള വാക്ക്, അതായത് ഡെഫിനേഷൻ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന സെഡീഷന്റെ രീതിയാണെന്നൊക്കെ തന്നെ പലപ്പോഴും ബ്രിട്ടീഷേഴ്സിനായിരുന്നു ഇന്റർപ്രറ്റ് ചെയ്തിട്ട് ഓരോ ശിക്ഷകളൊക്കെ ഇവിടെ നടപ്പാക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും നമ്മുടെ ആ ഒരു നിയമത്തിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള രാജ്യത്തിന് അതൊന്നും ചേരുന്ന ഒരു കാര്യമായിരുന്നില്ല. അപ്പോൾ എന്തായാലും പുതിയ നിയമം വന്നു കഴിഞ്ഞപ്പോഴേക്കും സെഡീഷൻ്റെ ഈ പറഞ്ഞ പോലെ കാര്യങ്ങൾ നമ്മൾ അതിൽ നിന്നും റിപ്പീൽ ചെയ്ത് കളഞ്ഞു എന്നുള്ളൊരു കാര്യം ഓർത്ത് വെച്ചേക്കാം. ഇനി മൂന്നാമത്തെ പോയിന്റ് ആണ്, ഈ പ്രിസ്ക്രൈബ്സ് ക്യാപിറ്റൽ പണിഷ്മെന്റ് ആസ് എ മാക്സിമം സെന്റൻസ് ഫോർ മോബ് ലിഞ്ചിങ്. ഇപ്പോൾ നമ്മൾ പലപ്പോഴും വാർത്തകൾ കേൾക്കാറുണ്ടല്ലോ, ഈ ആൾക്കൂട്ട് ചേർന്ന് ഈ പറഞ്ഞ ആൾക്കാരെ മർദ്ദിച്ച് വ്യക്തികളെ മർദ്ദിച്ച് ഈ പറഞ്ഞ പോലെ കൊല്ലപ്പെടുന്നൊക്കെ ഒരു സാഹചര്യം, മോബ് ലിഞ്ചിങ്. സോ അങ്ങനെയുള്ള മോബ് ലിഞ്ചിങ് ഒക്കെ അല്ലെങ്കിൽ മോബ് വയലൻസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ക്യാപിറ്റൽ പണിഷ്മെന്റ് വരെയുള്ള ശിക്ഷകൾ കൊടുക്കാൻ സാധിക്കുമെന്ന രീതിയിലേക്കും പുതിയ ബില്ലിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ആൻഡ് ദെൻ
അടുത്തൊരു കാര്യമാണ് ഈ പറഞ്ഞ സ്ത്രീകൾക്ക് എതിരായിട്ടുള്ള ഈ പറഞ്ഞ പോലെ അതിക്രമങ്ങളും വയലൻസുകളും കാര്യങ്ങളൊക്കെ തടയാൻ വേണ്ടിയൊക്കെ തന്നെ പുതിയ ബില്ലിനകത്ത് ഈ പറഞ്ഞ പോലെ ഇറ്റ് പ്രൊപ്പോസസ് 10 years imprisonment for sexual intercourse with women on false promise of marriage and which is a common form of deception and exploitation. സ്ത്രീകൾക്കെതിരായിട്ട് ഈ പറഞ്ഞ പോലെ എക്സ്പ്ലോയിറ്റേഷൻ കാര്യങ്ങളൊക്കെ നടന്ന പുതിയൊരു അല്ലെങ്കിൽ ഈ പറഞ്ഞ വർദ്ധിച്ചു വരുന്ന ഒരു രീതിയാണ് ഈ ഫോൾസ് പ്രോമിസ് ഓഫ് മാരേജ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഈ പറഞ്ഞ പോലെ രീതികളിൽ ഏർപ്പെടുന്ന വ്യക്തികൾക്ക് ഈ പറഞ്ഞ പോലെ 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാൻ പറ്റുന്ന രീതിയിലേക്കും ഈ ഭാരതീയ ന്യായ സംഹിത ബില്ലിനകത്ത് കൊണ്ടുവന്നിട്ടുള്ള കാര്യം ഓർക്കുക. ഇനി അതേപോലെ തന്നെ ഒരു കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ പോലീസ് ഷുഡ് ഫയൽ എ ചാർജ് ഷീറ്റ് വിത്തിൻ മാക്സിമം ലിമിറ്റ് ഓഫ് 180 days എന്നും പുതിയ ബില്ലിനകത്ത് പറഞ്ഞിട്ടുണ്ട്. 180 ദിവസത്തിനുള്ളിൽ ഒരു കേസ് ഫയൽ ചെയ്ത് ഈ പറഞ്ഞ പോലെ കേസ് സമർപ്പിച്ചു കഴിഞ്ഞാൽ 180 ദിവസത്തിനുള്ളിൽ അതിന് ഈ പറഞ്ഞ പോലെ ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യണം എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ കേസുകൾ ഇൻഡെഫിനിറ്റ് ആയിട്ട് ഡിലേ ആകുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് മറികടക്കാൻ സഹായിക്കും എന്നുള്ളൊരു പോയിന്റ് ഓർത്ത് വെച്ചേക്കാം. ഇത്രയും പോയിന്റാണ് ഈ ഭാരതീയ ന്യായ സംഹിത ബില്ലിനകത്തെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രൊവിഷൻസ് ആയിട്ട് പറയപ്പെടുന്നത്. ഇനി രണ്ടാമതായിട്ട് ഈ പറഞ്ഞ പോലെ രണ്ടാമത്തെ കോഡാണ് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത ബിൽ. ഓക്കെ, ഇതിനകത്തെ പ്രൊപ്പോസൽ ചേഞ്ചസ് പ്രധാനപ്പെട്ട പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ടും ഇറ്റ് പ്രൊമോട്ട്സ് എ യൂസ് ഓഫ് ടെക്നോളജി ഫോർ ട്രയൽസ്, അപ്പീൽസ് ആൻഡ് റെക്കോർഡിംഗ് ഡിപ്പോസിഷൻസ് അലോവിംഗ് വീഡിയോ കോൺഫറൻസിംഗ് ഫോർ പ്രൊസീഡിംഗ്സ്. ഇപ്പൊ നിലവിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ കോടതി നടപടികളൊക്കെയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ വീഡിയോ കോൺഫറൻസിംഗ് വഴി അങ്ങനെ അധികം പ്രൊമോട്ട് ചെയ്യാറില്ല, കുറച്ചൊക്കെ ഉള്ളൂ. എന്നാലും ഈ പുതിയ ബില്ലിനകത്ത് ഈ പറഞ്ഞ പോലെ വീഡിയോ കോൺഫറൻസിംഗ് വഴി പ്രൊസീഡിംഗ്സ് അലോ ചെയ്യുന്നു. അതേപോലെ ട്രയൽസും അപ്പീൽസും റെക്കോർഡിംഗ് ഡിപ്പോസിഷനും ഒക്കെ തന്നെ ടെക്നോളജിയുടെ ഉപയോഗം മാക്സിമം വർദ്ധിക്കാനായിട്ട് പ്രൊമോട്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. ഇനി അതേപോലെ ബിൽ മേക്സ് വീഡിയോ റെക്കോർഡിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് സർവൈവേഴ്സ് ഓഫ് സെക്ഷൽ വയലൻസ് കമ്പൽസറി വിച്ച് ക്യാൻ ഹെൽപ്പ് ഇൻ പ്രിസർവിംഗ് എവിഡൻസ് ആൻഡ് പ്രിവെന്റിംഗ് കോഷൻ ഓർ മാനിപ്പുലേഷൻ. അപ്പോൾ സെക്ഷൽ വയലൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ വീഡിയോ റെക്കോർഡിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് സർവൈവേഴ്സിന്റെ വീഡിയോ റെക്കോർഡിംഗും ഈ ബില്ലിനകത്ത് പരാമർശിച്ചിട്ടുണ്ട്. കാരണം അത്രയും വരുമ്പോഴേക്കും ഈ പറഞ്ഞ പോലെ തെളിവുകളൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യം നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നതാണ്. Then the bill mandates that police must inform about the status of a complaint in 90 days, which can enhance accountability and transparency. ഇപ്പം നമ്മുടെ നിലവിൽ ഈ പറഞ്ഞ പോലെ ഒരു കേസൊക്കെയാണ് പോലീസ് സ്റ്റേഷനിൽ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ബാക്കി എന്ത് നടപടിയായെന്നുള്ളത് നമുക്ക് ചിലപ്പോൾ അറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിൽ ഓരോ തവണ കയറി ഇറങ്ങേണ്ടി വരുമായിരിക്കും. പക്ഷേ ഈ ബില്ലിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഒരു വ്യക്തി ഈ പറഞ്ഞ പോലെ കേസ് പോലീസ് സ്റ്റേഷനിൽ ഫയൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിത്തിൻ 90 days അതിന്റെ ഈ പറഞ്ഞ പോലെ സ്റ്റാറ്റസ് എന്താണ്, ആ കേസിന്റെ നിലവിലെ സാഹചര്യം എന്താണെന്നുള്ള കാര്യം കൃത്യമായിട്ടും അറിയിക്കണം എന്നുള്ള കാര്യം കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇതൊക്കെ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടു എൻഹാൻസ് അക്കൗണ്ടബിലിറ്റി ആൻഡ് ട്രാൻസ്പെറൻസി ഓഫ് പോലീസ് സിസ്റ്റം. പോലീസ് സിസ്റ്റത്തിനകത്തെ അക്കൗണ്ടബിലിറ്റിയും ട്രാൻസ്പെറൻസിയും വർദ്ധിപ്പിക്കാനായിട്ടും ഈ പോയിന്റ് ഉപയോഗിക്കും എന്നുള്ളൊരു കാര്യം ഓർത്ത് വെച്ചേക്കാം. ആൻഡ് ദ ബിൽ റിക്വയർസ് ദാറ്റ് പോലീസ് കൺസൾട്ട് ദ വിക്ടിം ബിഫോർ വിഡ്രോയിങ് എ കേസ് പണിഷബിൾ ബൈ 7 years or more, which can ensure that justice is not compromised or denied. അത് നമ്മൾ പലപ്പോഴും വാർത്തകൾ കേൾക്കാറുണ്ടല്ലോ. ഇപ്പം ഒരുപാട് നാളായിട്ട് അന്വേഷിച്ചിട്ട് ഈ പറഞ്ഞ പോലെ തെളിവുകൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കുറ്റവാളിയെ കണ്ടെത്താൻ പറ്റാത്ത കാരണം കേസ് അവസാനിപ്പിക്കുന്നതൊക്കെ പലപ്പോഴും നമ്മൾ വാർത്തയിൽ കേൾക്കാറുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കേസുകൾ അവസാനിപ്പിക്കുന്ന മുമ്പ് എസ്പെഷ്യലി ഒരു നോട്ട് ഇവിടെ നൽകിയിട്ടുണ്ട്. 7 years or more പണിഷബിൾ ഒഫൻസ്, ഈ പറഞ്ഞ പോലെ കുറ്റവാളിയെ കണ്ടെത്തി കഴിഞ്ഞാൽ ആൾക്ക് ഈ പറഞ്ഞ 7 വർഷമോ അതിൽ കൂടുതലോ തടവ് ശിക്ഷയൊക്കെ തന്നെ ലഭിക്കാൻ പറ്റുന്ന കേസുകളിൽ കേസ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ പോലീസ് എന്ത് ചെയ്തിരിക്കണം, ആ വിക്ടിമുമായിട്ട് ഈ പറഞ്ഞ പോലെ കൺസൾട്ട് ചെയ്തിരിക്കണം. എന്നിട്ട് മാത്രമേ ആ കേസ് ഈ പറഞ്ഞ പോലെ എൻഡ് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വിഡ്രോ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള കാര്യം കൃത്യമായിട്ടും ഇതിനകത്ത് പറയുന്നുണ്ട്. ഇത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോ ദാറ്റ് ജസ്റ്റിസ് ഇസ് നോട്ട് കോംപ്രമൈസ്ഡ് ഓർ ഡിനൈഡ്. ജസ്റ്റിസ് ഈ പറഞ്ഞ പോലെ കോംപ്രമൈസ് ചെയ്യപ്പെടാതിരിക്കാനും അതേപോലെ ഡിനൈ ചെയ്യപ്പെടാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രൊവിഷനും ഈ ബില്ലിനകത്ത് പോയിന്റ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത അത് ഒന്ന് രണ്ട് കാര്യം കൂടിയുണ്ട്. ഇപ്പം നമ്മൾ തൊട്ടും പറഞ്ഞില്ലേ, ഇപ്പം വീഡിയോ കോൺഫറൻസിംഗ് പോലുള്ള കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ ട്രയലിന്റെ ഭാഗമൊക്കെ ആയിട്ട് നടത്താം. സോ അതുപോലെ തന്നെ മജിസ്ട്രേറ്റ്സിന് ഈ പറഞ്ഞ പോലെ ഒരു കേസ് അവരുടെ മുമ്പാകെ വരുമ്പോഴേക്കും തെളിവുകളുടെ രൂപത്തിൽ ഈ പറഞ്ഞ പോലെ ഇമെയിൽസ്, SMS, വാട്സപ്പ് മെസ്സേജസ് ഇങ്ങനെയുള്ള ഇലക്ട്രോണിക് റെക്കോർഡ്സും ഇനി മുതൽ എവിഡൻസ് കളക്ഷനും വെരിഫിക്കേഷനും ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ള രീതിയിലും ഈ ബില്ലിനകത്ത് പറയുന്നുണ്ട്. ഇത്ര നാളും എപ്പോഴും ഓരോ കോടതികളാണെങ്കിലും വാട്സപ്പ് മെസ്സേജസ് അല്ലെങ്കിൽ SMS, ഇമെയിൽസ് ഇതൊന്നും ഒരു എവിഡൻസ് ആയിട്ട് പലപ്പോഴും കണക്കാക്കാൻ തയ്യാറായിരുന്നില്ല. പക്ഷേ ഇപ്പം നിലവിലെ പുതിയ ഈ ഒരു ബില്ലിനകത്ത് ഈ കാര്യങ്ങൾ, അതായത് ഇമെയിൽസ്, SMS, വാട്സപ്പ് മെസ്സേജ് തുടങ്ങിയവയെ എവിഡൻസ് കളക്ഷന്റെയും വെരിഫിക്കേഷന്റെ ഭാഗമായിട്ട് ഇലക്ട്രോണിക് റെക്കോർഡ്സ് ആയിട്ട് എടുക്കാം എന്നുള്ള കാര്യം കൃത്യമായിട്ടും പറയുന്നുണ്ട്. പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് മേഴ്സി പെറ്റീഷനുമായിട്ട് ബന്ധപ്പെട്ട് ദയാഹർജി. ഇപ്പം ഡെത്ത് സെന്റൻസ് ഒക്കെ വിധിക്കുന്ന വ്യക്തികൾ അവരുടെ ലാസ്റ്റ് ആശ്രയമായിട്ട് കണക്കാക്കുന്നതാണ് ഈ പറഞ്ഞ ദയാഹർജി പ്രസിഡന്റിന് മുമ്പാകെ കൊടുക്കാറുണ്ട്. സോ അങ്ങനെയുള്ള മേഴ്സി പെറ്റീഷൻസ് ഡെത്ത് സെന്റൻസുമായിട്ട് ബന്ധപ്പെട്ട് ഫയൽ ചെയ്യുമ്പോഴേക്കും ഗവർണർക്കാണ് കൊടുക്കുന്നതെങ്കിൽ 30 ദിവസം ശിക്ഷാവിധി വന്ന് 30 ദിവസത്തിനുള്ളിൽ ഗവർണർക്ക് കൊടുത്തിരിക്കണം. ഇനി ഇൻ കേസ് പ്രസിഡന്റിനാണ് കൊടുക്കുന്നതെങ്കിലും ശിക്ഷാവിധി വന്ന് 60 ദിവസത്തിനുള്ളിൽ പ്രസിഡന്റ് കൊടുത്തിരിക്കണം എന്നുള്ളൊരു പോയിന്റും ഈ ബില്ലിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതേപോലെ തന്നെ പ്രസിഡന്റ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ പ്രസിഡന്റിന്റെ ഡിസിഷൻ എന്താണോ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരു കോടതിയിലും പോകാൻ പറ്റത്തില്ല എന്നുള്ള കാര്യവും ഇതിനകത്ത് പറയുന്നുണ്ട്. നോ അപ്പീൽ ഷാൽ ലൈ അഗെയിൻസ്റ്റ് പ്രസിഡന്റ് ഡിസിഷൻ ഇൻ എനി കോർട്ട് എന്നുള്ള പോയിന്റും ഈ ബില്ലിനകത്ത് സൂചിപ്പിക്കുന്നുണ്ട്. ഇനി അത് ഇത്രയാണ് രണ്ടാമത്തെ ക്രിമിനൽ ബില്ലിനകത്തെ പ്രധാനപ്പെട്ട പ്രൊവിഷൻസ് ആയിട്ട് പറയുന്നത്.
ഇനി മൂന്നാമത്തെ ബില്ലാണ് ഭാരതീയ സാക്ഷ്യ ബിൽ. ഈ ഒരു കാര്യത്തിനകത്ത് അപ്പോൾ ഇതിനകത്ത് പ്രധാനപ്പെട്ട പ്രൊവിഷൻസ് തൊട്ട് മുമ്പ് നമ്മൾ ആ ഒരു ഇലക്ട്രോണിക് വെരിഫിക്കേഷൻ്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ, ഇലക്ട്രോണിക് എവിഡൻസ് കളക്ഷൻ്റെ കാര്യം പറഞ്ഞില്ലേ, അതിനെ കുറച്ചുകൂടെ സാക്ഷീകരിക്കാനായിട്ട് എന്തൊക്കെയാണ് ഇലക്ട്രോണിക് എവിഡൻസ് എന്നുള്ളത് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഭാരതീയ സാക്ഷ്യ ബില്ലിനകത്താണ് ഇലക്ട്രോണിക് എവിഡൻസ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയുള്ള രീതിയിൽ തെറ്റിച്ച് വേണമെങ്കിൽ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പ്രിലിംസിന് ചോദിക്കാം. അതായത് നമ്മുടെ ഈ പറഞ്ഞ പോലെ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത ബില്ലിനകത്താണ് ഇലക്ട്രോണിക് എവിഡൻസ് എന്താണെന്നുള്ളത് കൃത്യമായി ഡിഫൈൻ ചെയ്തിരിക്കുന്നുള്ളത് സ്റ്റേറ്റ്മെന്റ് ആണ്. ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കാരണം ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത ബില്ലിനകത്തല്ല, പകരം ഭാരതീയ സാക്ഷ്യ ബില്ലിനകത്താണ് ഇലക്ട്രോണിക് എവിഡൻസ് എന്താണെന്നുള്ളത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഡിഫൈൻസ് ഇലക്ട്രോണിക് എവിഡൻസ് ആസ് എനി ഇൻഫർമേഷൻ generated or transmitted by any device or system that is capable of being stored or retrieved by any means. അപ്പോൾ ഏതെങ്കിലും ഇൻഫർമേഷൻ ആയിക്കോട്ടെ, അത് ജനറേറ്റ് ചെയ്യപ്പെടുന്നോ അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നോ ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ഓഫ് എനി ഡിവൈസ് ഓർ എ സിസ്റ്റം ദാറ്റ് ഇസ് കേപ്പബിൾ ഓഫ് ബീങ് സ്റ്റോർ ഓർ റിട്രീവ്ഡ് ബൈ എനി മീൻസ് എന്നുള്ള രീതിയിലേക്കാണ് ഇലക്ട്രോണിക് എവിഡൻസിനെ റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇറ്റ് ഓൾസോ റെക്കഗ്നൈസസ് എക്സ്പേർട്ട് ഒപ്പീനിയൻ ആസ് എ ഫോം ഓഫ് എവിഡൻസ് സച്ച് ആസ് ഒപ്പീനിയൻ, ഹാൻഡ് റൈറ്റിംഗ് അനാലിസിസ് എക്സെട്ര വിച്ച് ക്യാൻ അസിസ്റ്റ് ഇൻ എസ്റ്റാബ്ലിഷിംഗ് ഫാക്ട്സ് ഓർ സർക്കംസ്റ്റാൻസസ് റിലവൻറ്റ് ടു എ കേസ്. അതായത് ഓരോ കേസിനകത്ത് ഈ പറഞ്ഞ പോലെ പലപ്പോഴും ഇന്നയാൾ തന്നെയായിരിക്കും കുറ്റവാളി എന്നുള്ള രീതിയിലേക്ക് ഈ പറഞ്ഞ പോലെ ഹാൻഡ് റൈറ്റിംഗ് എക്സ്പേർട്ടുകളുടെ അനലിസ്റ്റുകൾ ഈ പറഞ്ഞ പോലെ ഒപ്പീനിയൻസ് ഒക്കെ വരാറുണ്ട്. അതേപോലെ തന്നെ മറ്റീ പറഞ്ഞ പോലെ എന്താ പറയുക ആർട്ടിസ്റ്റുകൾ ഇങ്ങനെയൊക്കെയുള്ള ആളുകളുടെ ഈ പറഞ്ഞ പോലെ ഒപ്പീനിയൻസ്, വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളുടെ ഒപ്പീനിയൻസ് വേണമെങ്കിൽ ഈ പറഞ്ഞ ഫോം ഓഫ് എവിഡൻസ് ആയിട്ട് എടുക്കാൻ പറ്റും എന്നുള്ള കാര്യവും ഭാരതീയ സാക്ഷ്യ ബില്ലിനകത്ത് പരാമർശിക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ ഇൻട്രൊഡ്യൂസസ് എ പ്രിസംപ്ഷൻ ഓഫ് ഇന്നസെൻസ് ആസ് എ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം. ഇത് ഓർത്തിരിക്കേണ്ട കാര്യമാണ്. കാരണം നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ്, ഏതൊരു വ്യക്തി ഈ പറഞ്ഞ പോലെ കോടതിയിൽ ഈ പറഞ്ഞ പോലെ എത്തുമ്പോൾ തന്നെ ആളെ കുറ്റവാളി എന്ന് വിളിക്കാൻ പറ്റത്തില്ല. ആളുടെ കുറ്റം കോടതിയിൽ തെളിയിക്കപ്പെട്ട് കഴിയുമ്പോൾ മാത്രമേ ആള് കുറ്റവാളിയാകുന്നുള്ളൂ. സോ ആ ഒരു പ്രിൻസിപ്പിൾ ഇവിടെ എടുത്തു പറയുന്നുണ്ട്. ദ പ്രിസംപ്ഷൻ ഓഫ് ഇന്നസെൻസ്, അതായത് കോടതിയിൽ കുറ്റം തെളിയുന്നിടം വരെയും ആ ഒരു വ്യക്തിയെ ഈ പറഞ്ഞ പോലെ എന്തായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്, ഒരു ഇന്നസെന്റ് ആയിട്ട് തന്നെയാണ് കണക്കാക്കുന്നത് തുടങ്ങിയ കാര്യം ഇതിനകത്ത് പറയുന്നുണ്ട്. പ്രിസംപ്ഷൻ ഓഫ് ഇന്നസെൻസ് ആസ് എ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം, which means that every person accused of an offense is presumed to be innocent until proven guilty. Okay, until proven guilty beyond reasonable doubt. Okay, കോടതിയിൽ കുറ്റവാളിയാണെന്ന് കണക്കാക്കുന്നിടം വരെ ആള് ഇന്നസെന്റ് ആയിട്ടായിരിക്കും കരുതപ്പെടുന്നത് എന്നുള്ള പോയിന്റും ഇതിനകത്ത് പറയുന്നുണ്ട്. ഇത്രയും പോയിന്റ് ആണ് ഈ ബില്ലിനകത്ത് പ്രധാനപ്പെട്ട പ്രൊവിഷൻസ് ആയിട്ട്, ഈ 3 ക്രിമിനൽ കോഡ്സിനകത്ത് പ്രധാനപ്പെട്ട പ്രൊവിഷൻസ് ആയിട്ട് പരാമർശിക്കുന്നത്. ഇനി മൂന്നാമത് ഈ പറഞ്ഞ പോലെ ആ രണ്ടാമത്തെ ആർട്ടിക്കിൾ ഉണ്ടല്ലോ, അതിനകത്ത് ഇപ്പോഴത്തെ ആ ഒരു ട്രക്കേഴ്സ് പണിമുടക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ഈ ഹിറ്റ് ആൻഡ് റൺ ലോയുമായിട്ട് ബന്ധപ്പെട്ട്. എന്താണ് ഈ ഹിറ്റ് ആൻഡ് റൺ ലോ എന്നുള്ള കാര്യം ഞാൻ തുടക്കത്തിലേ പറഞ്ഞിരുന്നു. ആക്സിഡന്റ് ഒക്കെ സംഭവിച്ച് ഈ പറഞ്ഞ പോലെ വണ്ടി നിർത്താതെ പോകുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പോലീസ് റിപ്പോർട്ട് ചെയ്യാണ്ടിരിക്കുക, ആക്സിഡന്റ് സംഭവിച്ച ആ ഒരു സിറ്റുവേഷനിൽ ആളെ രക്ഷപ്പെടുത്താണ്ട് ഈ പറഞ്ഞ പോലെ കടന്നു കളയുക, അങ്ങനെയൊക്കെയുള്ള കേസുകളാണ് ഈ ഹിറ്റ് ആൻഡ് റണ്ണുമായിട്ട് ബന്ധപ്പെട്ട്. സോ ഈ ഹിറ്റ് ആൻഡ് റണ്ണുമായിട്ട് ബന്ധപ്പെട്ട് വ്യക്തികൾ അറസ്റ്റ് ആയി കഴിഞ്ഞാൽ ഇത്രയും നാൾ അവാർഡ് ചെയ്തിരുന്നത് 2 വർഷം വരെയുള്ള ശിക്ഷകളൊക്കെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം പുതിയ നിയമത്തിനകത്ത് എസ്പെഷ്യലി ഈ പറഞ്ഞ പോലെ നമ്മുടെ ഭാരതീയ ന്യായ സംഹിതയ്ക്കകത്ത് ഈ പറഞ്ഞ പോലെ IPC-ക്കകത്തായിരുന്നു ഇത്ര നാൾ ഈ 2 വർഷം എന്നുള്ളത്. അതിപ്പോൾ ഭാരതീയ ന്യായ സംഹിതയായിട്ട് മാറിക്കഴിഞ്ഞപ്പോഴേക്കും ഹിറ്റ് ആൻഡ് റൺ ആക്സിഡന്റ് കേസിനകത്ത് കുറ്റവാളിയായിട്ട് കണക്കാക്കുന്ന വ്യക്തികൾക്ക് 10 വർഷം വരെ ഇംപ്രിസൺമെന്റ് കൊടുക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഓർ ഫൈൻ ഓഫ് ₹7 lakhs ഇത്രയായിട്ട് അതിനെ ഉയർത്തിയിട്ടുള്ള കാര്യം ഓർക്കാം. അതേപോലെ തന്നെ ഒരു ആക്സിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ വലിയ വാഹനങ്ങൾ, ട്രക്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ലോറികൾ, ബസ്സസ്, ഇങ്ങനെയുള്ള വലിയ വാഹനങ്ങൾ ആക്സിഡന്റ് കേസിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അതിന്റെ കുറ്റവാളിയായിട്ട് കണക്കാക്കപ്പെടുന്നതും ആ വലിയ വാഹനം ഓടിച്ച വ്യക്തികളായിരിക്കും. കാരണം അവർ കുറച്ചുകൂടെ സൂക്ഷിച്ച് വാഹനങ്ങൾ ഓടിക്കണം എന്നുള്ള രീതിയിലാണ് ഈ പുതിയ ഹിറ്റ് ആൻഡ് റൺ ലോയ്ക്കകത്ത് പരാമർശിക്കുന്നത്. ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ടാണ് ഈ പറഞ്ഞ പോലെ ട്രക്കേഴ്സ് നിലവിലിവിടെ ഒരു 3 ദിവസത്തെ പ്രൊട്ടസ്റ്റും കാര്യങ്ങളൊക്കെ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ വശത്തിലാണ് രണ്ടാമത്തെ ആർട്ടിക്കിൾ, മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ആണല്ലോ ഈ ഒരു നിയമങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. സോ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ഈ ഒരു ലോറി സ്ട്രൈക്കിനെ എത്രയും പെട്ടെന്ന് പിൻവലിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്ന രീതിയിലേക്ക് വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു. സോ എന്താണ് ഇത്രയും പോയിന്റ് ആണ് നമുക്ക് എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ 2 ആർട്ടിക്കിൾസ് ഒന്നും വ്യക്തമായിട്ടും പഠിക്കാനായിട്ടുള്ളത്. ഇനി നമ്മൾ അടുത്തൊരു ആർട്ടിക്കിളിലേക്ക് മൂവ് ഓൺ ചെയ്യുകയാണ്. ഇത് ഇന്റർനാഷണൽ റിലേഷൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂവിലുള്ള ആർട്ടിക്കിളാണ്. ഫ്രീ മൂവ്മെന്റ് regime at Myanmar border to end soon. Entry into India will need visa എന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിളിലെ ഹെഡ്ലൈൻ ആയിട്ട് വായിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ആർട്ടിക്കിൾ നമ്മൾ പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കുമ്പോഴേക്കും ആദ്യമായിട്ട് കൃത്യമായിട്ട് പറഞ്ഞ പോലെ ഇന്ത്യയുടെ ബോർഡറിംഗ് സ്റ്റേറ്റ്സ്, ബോർഡറിംഗ് നേഷൻസ് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. എസ്പെഷ്യലി ഇപ്പം മ്യാൻമാർ ആയതുകൊണ്ട് തന്നെ മ്യാൻമാർ ഒരു ലാൻഡ് ബോർഡർ ഷെയർ ചെയ്യുന്ന രാജ്യം. അതുകൊണ്ട് തന്നെ ലാൻഡ് ബോർഡേഴ്സ് ഇന്ത്യ മറ്റ് ഏതൊക്കെ രാജ്യങ്ങളായിട്ടാണ് ഷെയർ ചെയ്യാൻ തുടങ്ങിയ കാര്യമാണ് വ്യക്തമായിട്ട് നമ്മൾ പഠിക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം അഫ്ഗാനിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യക്ക് ഓൾമോസ്റ്റ് 108 കിലോമീറ്റേഴ്സിൻ്റെ ഒരു ലാൻഡ് ബൗണ്ടറി ഉണ്ട്. ഈവൻ അത് മാപ്പിലാണ് ഉള്ളത്. കാരണം ആ ഒരു ഏരിയ കൃത്യമായിട്ടും ഈ പറഞ്ഞ പാകിസ്ഥാൻ ഇല്ലീഗലി ഒക്കുപ്പൈ ചെയ്ത് വെച്ചിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ തന്നെ സ്ഥലമാണ്. ബട്ട് പാകിസ്ഥാൻ ഈസ് ഇല്ലീഗലി ഒക്കുപ്പൈങ് ദാറ്റ് ഏരിയ. അതാണ് ഓക്കെ ആ കാര്യം. എന്തായാലും ഈ പറഞ്ഞ പോലെ ഇന്ത്യ അഫ്ഗാനിസ്ഥാനുമായിട്ട് ലാൻഡ് ബൗണ്ടറി ഷെയർ ചെയ്യുന്നുണ്ട്, പാകിസ്ഥാനുമായിട്ട് ലാൻഡ് ബൗണ്ടറി ഷെയർ ചെയ്യുന്നുണ്ട്, ദെൻ ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ് ആൻഡ് മ്യാൻമാർ. ഇത്രയും 7 രാജ്യങ്ങളുമായിട്ടാണ് നമ്മൾ ഈ ഒരു കര അതിർത്തി, അതായത് ലാൻഡ് ബോർഡർ ഷെയർ ചെയ്യുന്നുള്ള കാര്യം ഓർക്കാം. ശ്രീലങ്കയായിട്ട് നമുക്ക് ബോർഡറി ഉണ്ട്, മാരിടൈം
മാരിടൈം ബോർഡറാണ് കൃത്യമായിട്ടും ഉള്ളത് ശ്രീലങ്കയായിട്ടും. സോ അപ്പം ഇത്രയും പോയിന്റ് ഓർക്കും. ഇതിനകത്ത് നമുക്ക് വാർത്തയ്ക്കകത്ത് പഠിക്കാനായിട്ടുള്ളത് മ്യാൻമാറുമായിട്ട് ബന്ധപ്പെട്ട. സോ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം മ്യാൻമാറുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഇന്ത്യയിലെ ഏതൊക്കെ സംസ്ഥാനങ്ങളാണ്. കാരണം ജോഗ്രഫിയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് മാപ്പ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആയിട്ട് വേണമെങ്കിൽ വരാം. 4 ഇന്ത്യൻ സംസ്ഥാനങ്ങൾ എസ്പെഷ്യലി നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളാണ് അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം. ഈ 4 ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ്, നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളാണ് നമ്മുടെ മ്യാൻമാറുമായിട്ട് അതിർത്തി പങ്കിടുന്നുള്ള കാര്യം ഓർക്കാം. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് ഈ റെഡ് ലൈനായിട്ട് കാണാൻ സാധിക്കുന്നില്ല. ഈ റെഡ് ലൈനിലാണ് ഇപ്പോൾ നിലവിൽ പറയുവാണെങ്കിൽ ഈ ഫെൻസിങ് ചെയ്യാനായിട്ട് പോകുന്നത്. കാരണം ഇപ്പോൾ നമുക്ക് ഈ മ്യാൻമാറുമായിട്ട് ലാൻഡ് ബൗണ്ടറി ഉണ്ടെങ്കിൽ കൂടി അതിൽ തന്നെ ഒരു കാര്യം വിട്ടുപോയി. ഈ ലാൻഡ് ബൗണ്ടറി ഉള്ള 7 രാജ്യങ്ങൾ പറഞ്ഞല്ലോ, ഇതിനകത്ത് ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ ലാൻഡ് ബൗണ്ടറി ഉള്ളത് ഈ പറഞ്ഞ പോലെ ബംഗ്ലാദേശുമായിട്ടാണെന്നുള്ള കാര്യം. ഓൾമോസ്റ്റ് 1600 കിലോമീറ്റേഴ്സ്, സോറി, നല്ലൊരു 1600 മ്യാൻമാറുമായിട്ട് ബന്ധപ്പെട്ടാണ്. ബംഗ്ലാദേശുമായിട്ടാണ് ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ലാൻഡ് ബോർഡർ ഷെയർ ചെയ്യുന്നത്. സോ എന്തായാലും ആ പോയിന്റ് ഓർത്തിരി ഈ ഒരു റെഡ് ലൈനിൽ കാണുന്ന പോയിന്റ്സ് ആണ് ഈ പറഞ്ഞ പോലെ ഫെൻസ് ചെയ്യാൻ പോകുന്നത്. കാരണം ഇത്രയും നാളും പറയുവാണെങ്കിൽ ഇന്ത്യക്കും മ്യാൻമാറിനും ഇടയിലുള്ള ബോർഡേഴ്സ് പോറസ് ബോർഡേഴ്സ്, മീൻസ് ഇവിടെ നിന്നും ഇങ്ങോട്ടേക്ക് മ്യാൻമാറിലേക്കും ആളുകൾക്ക് മൂവ് ചെയ്യായിരുന്നു, മ്യാൻമാറിൽ നിന്ന് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യരുത്. കാരണം ഒരുപാട് ഈ പറഞ്ഞ പോലെ കൾച്ചർ റിലേഷൻസ് ഒക്കെ തന്നെ ഷെയർ ചെയ്യുന്ന ആൾക്കാർ ഈ ബോർഡർ ഏരിയാസിലുണ്ട്. കാരണം ഇവരുടെയൊക്കെ പൂർവികർ ഒരുപക്ഷെ മ്യാൻമാറിലോ അല്ലെങ്കിൽ എവിടെയായിട്ട് കഴിയുന്ന ആൾക്കാരുണ്ട്. സോ അതുകൊണ്ടാണ് പോറസ് ആയിട്ടുള്ള ബോർഡേഴ്സ് ആയിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾ പോകുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതുമൂലം ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. കാരണം ഇല്ലീഗൽ ആയിട്ടുള്ള ഇമിഗ്രൻസ്, ഇൻസർജൻസീസ് ഒക്കെ ഒരുപാട് വരുന്നു, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആംസ് ആൻഡ് ഡ്രഗ്സ് ട്രേഡ്, ഇല്ലീഗൽ ട്രേഡുകളൊക്കെ ഒരുപാട് നടക്കുന്നു. അങ്ങനെയൊക്കെ ഈ പറഞ്ഞ പോലെ നമ്മുടെ സെക്യൂരിറ്റിക്ക് ബാധകമാകുന്ന രീതിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാകുന്നുള്ളത് കൊണ്ടിട്ടാണ് ഈ ഏരിയാസ് ഈ പറഞ്ഞ പോലെ നമ്മൾ ഫെൻസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, ഫെൻസ് ചെയ്യാന്ന് പറയുമ്പോഴേക്ക് ഇവിടെ നിങ്ങൾക്ക് റൈറ്റ് സൈഡിലെ പിക്ചർ കാണാൻ സാധിക്കും. ഏകദേശം ഇങ്ങനെ ഒരു മാതൃകയിലുള്ള ഫെൻസും കാര്യങ്ങളൊക്കെ ആയിരിക്കും അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് വാർത്തയിൽ വരുന്നത്. അപ്പോൾ എന്തായാലും ഇനി മുതൽ ഈ പറഞ്ഞ പോലെ ഫ്രീ ആയിട്ട് പോകാൻ പറ്റത്തില്ല, പകരം വിസസ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിന് വിസ ആവശ്യമായിട്ട് വരും എന്നുള്ള രീതിയിലാണ് വാർത്ത. അതാണ് ഈ ഹെഡ്ലൈനായിട്ട് സൂചിപ്പിക്കുന്നത്. ഫ്രീ മൂവ്മെന്റ് റിജീം അറ്റ് മ്യാൻമാർ ബോർഡർ ടു എൻഡ് സൂൺ, എൻട്രി ഇൻ ടു ഇന്ത്യ വിൽ നീഡ് വിസ. മ്യാൻമാറിൽ ഇങ്ങോട്ടേക്ക് എൻട്രി ചെയ്യണമെങ്കിൽ വിസയും കാര്യങ്ങളൊക്കെ വേണം തുടങ്ങിയ കാര്യങ്ങളിലേക്കാണ് ആർട്ടിക്കിൾ മൂവ് ഓൺ ചെയ്തേക്കുന്നത്. ഇത്രയും പോയിന്റാണ് എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂ നിന്ന് പഠിക്കാനുള്ളത്. പ്രധാനമായിട്ടും ഇന്ത്യയുടെ ലാൻഡ് ബോർഡർ ഷെയർ ചെയ്യുന്ന മറ്റ് രാജ്യങ്ങൾ ഓർത്തിരിക്കണം. പിന്നെ മ്യാൻമാർ ഇവിടെ വാർത്തയിൽ വന്നിരിക്കുന്ന കാരണം മ്യാൻമാറുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മണിപ്പൂർ ആൻഡ് മിസോറാം എന്നുള്ളൊരു പോയിന്റ് കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കും. ഓക്കെ, ദെൻ ഇനി അടുത്തൊരു ആർട്ടിക്കിളാണ്, നമ്മുടെ എഡിറ്റോറിയൽ പേജിലെ ആർട്ടിക്കിളാണ് ആൻഡ് ഇന്ത്യ വുഡ് പ്ലാൻ ദാറ്റ് കുഡ് ഇമ്പാക്ട് ദ മാൽദീവ്സ് എന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ ആയിട്ട് വായിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കും നമ്മൾ ഈ പറഞ്ഞ പോലെ ഇതും IR ബന്ധപ്പെട്ട് ഇന്റർനാഷണൽ റിലേഷൻസുമായിട്ട് ബന്ധപ്പെട്ട വരുന്ന ആർട്ടിക്കിളാണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂ കൃത്യമായിട്ടും നമ്മൾ ഇതിനകത്ത് പഠിച്ചു പോകുമ്പോഴേക്കും കുറച്ച് കാര്യങ്ങളിനകത്ത് കിടപ്പുണ്ട്. എസ്പെഷ്യലി ഈ ഒരു ആർട്ടിക്കിൾ ഡീൽ ചെയ്തെന്ന് വെച്ചാൽ മാൽദീവ്സ് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ഒരു നെയ്ബറിംഗ് കൺട്രി തന്നെ, ഒരു മാരിടൈം ബോർഡർ ഷെയർ ചെയ്യുന്ന ഒരു രാജ്യം തന്നെയാണ് മാൽദീവ്സ് എന്ന് പറയുമ്പോഴേക്കും. ഈ മാൽദീവ്സുമായിട്ട് 2019 അന്ന് ഈ പറഞ്ഞ നമ്മുടെ പ്രധാനമന്ത്രി മാൽദീവ്സ് സന്ദർശിച്ചു കഴിഞ്ഞപ്പോഴേക്കും മാൽദീവ്സുമായിട്ടൊരു കരാർ ഒപ്പിട്ടിട്ടുണ്ടായിരുന്നു, ഒരു MOU സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഹൈഡ്രോഗ്രാഫിക് സർവേയിങ് നടത്താൻ വേണ്ടിയിട്ട്. എന്താണ് ഹൈഡ്രോഗ്രാഫിക് സർവേയിങ് ചോദിച്ചു കഴിഞ്ഞാൽ സീ ഫ്ലോർ ഒക്കെ ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട്, എന്തെങ്കിലും ഒബ്ജെക്ഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ തടസ്സങ്ങൾ അവിടെ ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ മാപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു മിഷനാണ് ഈ ഹൈഡ്രോഗ്രാഫിക് സർവേയിങ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു എഗ്രിമെന്റ് ഇരു രാജ്യങ്ങളുടെയും നേവീസ് തമ്മിൽ, ഇന്ത്യയുടെയും മാൽദീവ്സിൻ്റെ നേവീസ് തമ്മിൽ കരാർ ഒപ്പിടുകയും അതിൻ്റെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തയിൽ കേട്ട് കാണുമായിരിക്കും, മാൽദീവ്സിൽ ഈ പറഞ്ഞ പോലെ അവിടെ പുതിയ സർക്കാർ വന്നിരിക്കുകയാണ്. ആ സർക്കാർ ഇന്ത്യക്ക് അത്ര ഈ പറഞ്ഞ പോലെ അനുകൂലമായിട്ടുള്ള നിലപാടുകളല്ല എടുക്കുന്നത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് 2019 ഇരു രാജ്യങ്ങൾക്കും ഇടയിൽ ഒപ്പിട്ട MOU ഇപ്പോൾ മാൽദീവിയൻ സോവർണിറ്റിയെ ബാധിക്കുന്നു എന്ന രീതിയിലേക്ക് പറഞ്ഞുകൊണ്ടിട്ട് അവരത് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ എന്തായാലും നമ്മൾ അവിടെ നിന്ന് പിന്മാറാനായിട്ടൊക്കെ ഈ പറഞ്ഞ പോലെ എഗ്രി ഒക്കെ ചെയ്തിട്ടുണ്ട്. സോ എന്തായാലും ഇതിനകത്ത് എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ പഠിക്കേണ്ടത് എന്താണ് ഈ ഹൈഡ്രോഗ്രാഫിക് സർവേ എന്നുള്ള ബേസിക്കലി പഠിച്ചിരിക്കുക. പിന്നെ ഇന്ത്യക്ക് ഇപ്പോൾ മാൽദീവ്സുമായിട്ട് അല്ലാതെ വേറെ ഏതെങ്കിലും രാജ്യവുമായിട്ട് ഇത്തരത്തിൽ MOUs ഉണ്ടായിരുന്നു, ഹൈഡ്രോഗ്രാഫിക് സർവേയിങ് നടത്താനുള്ള MOU ഉണ്ടായിരുന്നു, എഗ്രിമെന്റ് ഉണ്ടായിരുന്നു എന്നതാണ് ഈ ഒരു ആർട്ടിക്കിളിൽ നിന്ന് പ്രധാനമായിട്ട് നമ്മൾ എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂ പഠിക്കേണ്ടത്. അപ്പോൾ നോക്കാം ഓരോന്നും. ആദ്യമായിട്ട് തന്നെ ഹൈഡ്രോഗ്രാഫിക് സർവേയിങ് ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞു, ഇറ്റ്സ് എ ഷേപ്പ് ഓഫ് സീ ഫ്ലോർ. ഇപ്പോൾ ഈ പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, സോണാർ ഉപയോഗിച്ചിട്ട് ഈ പറഞ്ഞ പോലെ നമ്മൾ ചെയ്യുന്ന ഒരു സർവേയാണ് ഈ ഹൈഡ്രോഗ്രാഫിക് സർവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിന്റെ വേറൊരു പേരായിട്ട് പറയുന്ന മാപ്പ് ഔട്ട് വാട്ടർ ഡെപ്ത് എന്ന് പറയപ്പെടുന്നത്. കാരണം ദ ഷേപ്പ് ഓഫ് സീ ഫ്ലോർ ആൻഡ് ദ കോസ്റ്റ് ലൈൻ, ദ ലൊക്കേഷൻ ഓഫ് പോസിബിൾ ഒബ്സ്ട്രക്ഷൻസ്, ഫിസിക്കൽ ഫീച്ചേഴ്സ് ഓഫ് വാട്ടർ ബോഡീസ്, ഇതൊക്കെ നമ്മൾ സർവേ ചെയ്ത് മെഷർ ചെയ്തെടുക്കുന്ന ഒരു പരിപാടിയാണ് ഈ ഹൈഡ്രോഗ്രാഫിക് സർവേ. ഇത് എന്തിനാണ് ഇങ്ങനെ നടത്താൻ ചോദിച്ചു കഴിഞ്ഞാൽ ടു എൻഷുർ ദ എഫിഷ്യൻസി ആൻഡ് സേഫ്റ്റി ഓഫ് മാരിടൈം ട്രാൻസ്പോർട്ടേഷൻ. എഫിഷ്യൻസി ആൻഡ് സേഫ്റ്റി ഓഫ് മാരിടൈം ട്രാൻസ്പോർട്ടേഷൻ ഉറപ്പുവരുത്താനായിട്ടാണ് ഇങ്ങനെയുള്ള ഈ ഹൈഡ്രോഗ്രാഫിക് സർവേസ് കണ്ടക്ട് ചെയ്യുന്ന തുടങ്ങിയ കാര്യം പ്രധാനമായിട്ടും നോക്കി വെച്ചേക്കാം. അപ്പോൾ ഹൈഡ്രോഗ്രാഫിക് സർവേസ് കണ്ടക്ടഡ് ത്രൂ സോണാർ ടെക്നിക്കാണ്. ബേസിക് ആയിട്ടുള്ള എന്തിനാണ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ടു എൻഷുർ ദ എഫിഷ്യൻസി ആൻഡ് സേഫ്റ്റി ഓഫ് മാരിടൈം ട്രാൻസ്പോർട്ടേഷൻ. ഇതിന്റെ ഭാഗമായിട്ട് സീ ഫ്ലോറിന്റെയും കോസ്റ്റ് ലൈൻ്റെയും ഷേപ്പ് മെഷർ ചെയ്യുന്നു, ലൊക്കേഷൻ ഓഫ് പോസിബിൾ ഒബ്സ്ട്രക്ഷൻസും ഫിസിക്കൽ ഫീച്ചേഴ്സ് ഓഫ് വാട്ടർ ബോഡീസ് ഒക്കെ തന്നെ മെഷർ
ചെയ്തെടുക്കുന്ന ഒരു സർവേയാണ് ഹൈഡ്രോഗ്രാഫിക് സർവേ എന്ന് ഓർത്തിരിക്കാം. ഇനി ഇന്ത്യയുടെ കാര്യത്തിൽ നോക്കുവാണെങ്കിൽ നമുക്ക് മാൽദീവ്സുമായിട്ട് ഉണ്ടായിരുന്നു, അതിപ്പോൾ MOU ക്യാൻസൽ ആയിട്ട് പോയി. എന്നാൽ ഈ പറഞ്ഞ ഇപ്പോഴും നമുക്കുള്ളത് ശ്രീലങ്കയും മ്യാൻമാറും ബംഗ്ലാദേശുമായിട്ടും ഈ ഒരു MOU ഹൈഡ്രോഗ്രാഫിക് സർവേയുടെ MOU ഉണ്ടെന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു 2 വർഷം മുമ്പ് വാർത്തകളുണ്ടായിരുന്നു. അതായത് ഇന്ത്യയുടെ ഈ പറഞ്ഞ ഏറ്റവും കൂടുതൽ ഹൈഡ്രോഗ്രാഫിക് സർവേ നടത്താനായിട്ട് നമ്മൾ ഷിപ്പ് മുഖാന്തരമാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഹൈഡ്രോഗ്രാഫിക് സർവേ നടത്താൻ സഹായിച്ച ഷിപ്പായിരുന്നു INS സാന്ത്യക് എന്ന് പറയുന്നത്. അത് 2021 ബേസിക്കലി ഡീകമ്മീഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓൾമോസ്റ്റ് 200ഓളം മേജർ ഹൈഡ്രോഗ്രാഫിക് സർവേസ് ഇന്ത്യയുടെ വെസ്റ്റ് ആസ് വെൽ ആസ് ഈസ്റ്റേൺ കോസ്റ്റിലും ഈ ഒരു INS സാന്ത്യക് ഉപയോഗിച്ച് നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. അപ്പോൾ എന്തായാലും INS സാന്ത്യക് എന്ന് പറയുന്ന ഇന്ത്യയുടെ ഹൈഡ്രോഗ്രാഫിക് സർവേ നടത്തിയ ഇന്ത്യയുടെ ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഹൈഡ്രോഗ്രാഫിക് സർവേ ഷിപ്പാന്നുള്ളൊരു പോയിന്റ് ഓർത്ത് വെച്ചേക്കാം. ഇപ്പോൾ നിലവിൽ ഡീകമ്മീഷൻഡ് ആണ്, ഇല്ല. 200ഓളം ഹൈഡ്രോഗ്രാഫിക് സർവേസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ത്യക്ക് നിലവിൽ മാൽദീവ്സ് മാറിക്കഴിഞ്ഞ് കഴിയുമ്പോഴും നിലവിൽ ഏതൊക്കെ രാജ്യങ്ങളുമായിട്ടാണ് ഈ ഹൈഡ്രോഗ്രാഫിക് സർവേ MOU ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീലങ്ക, മ്യാൻമാർ ആൻഡ് ബംഗ്ലാദേശ്. ഇത്രയും പോയിന്റാണ് ഈ ഒരു ആർട്ടിക്കിളിൽ നിന്ന് നമ്മൾ എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ മനസ്സിലാക്കാനായിട്ടുള്ളത്. ഇനി അടുത്തൊരു ആർട്ടിക്കിളും കൂടി ഉണ്ടായിരുന്നു. ഇതും പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ മനസ്സിലാക്കേണ്ട ആർട്ടിക്കിൾ തന്നെയാണ്. പ്ലീസ് ഇൻ സുപ്രീം കോർട്ട് ചാലഞ്ച് ന്യൂ ലോ ഓൺ അപ്പോയിന്റ്മെന്റ് പ്രോസസ് ഫോർ CEC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആൻഡ് ECs എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷൻ. സോ പ്ലീസ് ഇൻ സുപ്രീം കോർട്ട് ചാലഞ്ച് ന്യൂ ലോസ് ഓൺ അപ്പോയിന്റ്മെന്റ് പ്രോസസ് ഫോർ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആൻഡ് ഇലക്ഷൻ കമ്മീഷണേഴ്സ്. അപ്പോൾ ഇത് കൃത്യമായിട്ട് നമുക്ക് പ്രിലിംസിന് ആവശ്യമായിട്ട് വരും. കാരണം കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പായിരുന്നു നമ്മൾ ചീഫ് ഇലക്ഷൻ കമ്മീഷണറെയും അതേപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷണേഴ്സിനെയും തെരഞ്ഞെടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സെലക്ഷൻ കമ്മിറ്റിക്ക് ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടായിരുന്നു. കാരണം ഇത്രയും നാളും പറയുവാണെങ്കിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷനെയും ഇലക്ഷൻ കമ്മീഷനും ഒക്കെ തന്നെ സെലക്ട് ചെയ്യപ്പെടുന്ന സെലക്ഷൻ കമ്മിറ്റിക്കകത്ത് ഉണ്ടായിരുന്ന പ്രൈം മിനിസ്റ്റർ, പ്രധാനപ്പെട്ട വ്യക്തിയാണ് പ്രൈം മിനിസ്റ്റർ, അതിന്റെ ചെയർമാനായിട്ട് നിൽക്കുന്നു. ദെൻ ഈ പറഞ്ഞ പോലെ ലോക്സഭയിലെ ലീഡർ ഓഫ് ഒപ്പോസിഷൻ, ലീഡർ ഓഫ് ഒപ്പോസിഷൻ, ഈ ലീഡർ ഓഫ് ഒപ്പോസിഷൻ ഇല്ല എങ്കിൽ ഇൻ കേസ് ലീഡർ ഓഫ് ഒപ്പോസിഷൻ ഇല്ലെങ്കിൽ ഒപ്പോസിഷൻ ഭാഗത്തു നിന്നുള്ള പാർട്ടികളിലെ ഏറ്റവും എന്താ പറയുക മേജർ ആയിട്ടുള്ള ഒപ്പോസിഷൻ പാർട്ടിയുടെ ലീഡറിനെ വേണമെങ്കിൽ എന്തായിട്ട് എടുക്കാം, ഈ പൊസിഷനിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. എന്തായാലും PM, ദെൻ ലീഡർ ഓഫ് ഒപ്പോസിഷൻ ലോക്സഭ പ്ലസ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഇത്രയും നാളും ഈ സെലക്ഷൻ കമ്മിറ്റിക്കകത്ത് ഉണ്ടായിരുന്നു. റീസെന്റ് പുതിയൊരു മാറ്റം, നമ്മൾ പുതിയ ലോ പ്രകാരം ഒരു മാറ്റം കൊണ്ടുവന്നു. ഈ ഒരു ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യക്ക് പകരം നിലവിൽ ഈ പറഞ്ഞ പോലെ യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്റർ നോമിനേറ്റഡ് ബൈ പ്രൈം മിനിസ്റ്റർ ആക്കി. അപ്പം നിലവിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണറെയും അതേപോലെ ഇലക്ഷൻ കമ്മീഷണേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്ന സെലക്ഷൻ കമ്മിറ്റിക്കകത്തുള്ളത് പ്രൈം മിനിസ്റ്റർ, ലീഡർ ഓഫ് ഒപ്പോസിഷൻ ലോക്സഭ ആൻഡ് യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്റർ നോമിനേറ്റഡ് ബൈ പ്രൈം മിനിസ്റ്റർ എന്നുള്ളൊരു പോയിന്റ് ഓർത്ത് വെച്ചേക്കാം. അപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും നേരത്തെ പറഞ്ഞ 3 വ്യക്തികളായിരുന്നു ഇതിനകത്ത് മാക്സിമം മജോറിറ്റി കിട്ടുന്ന വ്യക്തികളെയാണ് അപ്പോയിന്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ എന്തായാലും പ്രശ്നം നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണും. പ്രൈം മിനിസ്റ്ററും അതേപോലെ തന്നെ യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്റർ പറയുമ്പോഴേക്കും ഒരു സെയിം ഗവൺമെന്റിന്റെ ഭാഗമായിട്ടൊക്കെ വേണമെങ്കിൽ വരാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോഴേക്കും ഇതിനകത്ത് സെലക്ട് ചെയ്യപ്പെടുന്ന വ്യക്തികൾ ബയാസ്ഡ് ആകാനുള്ള സാധ്യത ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സുപ്രീം കോടതിയിൽ ഇപ്പോൾ ഈ അപ്പോയിന്റ്മെന്റ് സെലക്ഷൻ കമ്മിറ്റിയുടെ കേസ് പോയിരിക്കുന്ന കാര്യം നോക്കാം. എന്തായാലും ഇവർ നിർദ്ദേശിക്കുന്ന വ്യക്തിയുടെ പേര് ആണ് ഈ പറഞ്ഞ പോലെ പ്രസിഡന്റിന് കൈമാറുകയും പ്രസിഡന്റ് ആണ് ഇവർ അപ്പോയിന്റ് ചെയ്യുന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. ഇത്രയാണ് ഈ ഒരു ആർട്ടിക്കിൾ നമുക്ക് പഠിക്കാനുള്ളത്. അത് വിശദമായിട്ട് ഈ സ്ലൈഡ് നമുക്ക് കാണാൻ സാധിക്കും. ദ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ആൻഡ് ഇലക്ഷൻ കമ്മീഷണേഴ്സ് വിൽ ബി അപ്പോയിന്റഡ് ബൈ ദ പ്രസിഡന്റ് അപ്പോൺ ദ റെക്കമെൻഡേഷൻ ഓഫ് എ സെലക്ഷൻ കമ്മിറ്റി. ആ സെലക്ഷൻ കമ്മിറ്റിയാണ് ഇപ്പോൾ വാർത്ത വന്നിരിക്കുന്നത്. നിലവിൽ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ സെലക്ഷൻ കമ്മിറ്റി ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൈം മിനിസ്റ്റർ, ദെൻ യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്റർ നോമിനേറ്റഡ് ബൈ പ്രൈം മിനിസ്റ്റർ ആൻഡ് ദ ലീഡർ ഓഫ് ഒപ്പോസിഷൻ. ഇൻ കേസ് ലീഡർ ഓഫ് ഒപ്പോസിഷൻ ലോക്സഭ ഇല്ലെങ്കിൽ ലീഡർ ഓഫ് ദ ലാർജസ്റ്റ് ഒപ്പോസിഷൻ പാർട്ടി ഇൻ ലോക്സഭയും ആ പൊസിഷനിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നതാണ്. അപ്പോൾ നേരത്തെ ഈ ഒരു യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്ററിന്റെ സ്ഥാനത്ത് ആരായിരുന്നു? ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയിരുന്നു. ചീഫ് ജസ്റ്റിസിനെ മാറ്റിയിട്ടാണ് യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്ററിനെ കൊണ്ടുവന്നത്. ഇതിനെതിരായിട്ട് ഈ പുതിയ സെലക്ഷൻ കമ്മിറ്റിക്ക് എതിരായിട്ടാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ കേസ് പോയിരിക്കുന്ന കാര്യം ഓർത്ത് വെച്ചേക്കാം. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ DNA നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. ഡിസ്കസ് ചെയ്ത എല്ലാ ആർട്ടിക്കിൾസും എല്ലാവരും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്